പിന്നെ നമുക്ക് എവിടെങ്കിലും പോലും സ്വസ്ഥമായിട്ട് സംസാരിക്കാം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്നേ. ദിലീപ് വേട്ടയാടപ്പെട്ടു എന്ന് അയാൾ കുറ്റവാളിയല്ല എന്ന് കോടതി പറയുമ്പോൾ അയാൾ കുറ്റവാളിയല്ലാതെ ശിക്ഷിക്കപ്പെട്ട ആളാണെന്നുള്ളൊരു വികാരം അയാൾക്കുണ്ടായാൽ അതിലെന്താ തെറ്റ്? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ജുഡീഷ്യറി അടക്കം സംശയത്തിന് അല്ലെങ്കിൽ അവരെ അടക്കം ജുഡീഷ്യറി ആരാ സംശയിക്കുന്നത്? നിങ്ങളാണോ? മാധ്യമങ്ങൾ സംശയത്തിന് നേടില്ലല്ലേ ഈ കാര്യത്തില്? അച്ചായോ വേണ്ട വേണ്ട. സാറിനെ പോലുള്ളവർക്ക് ഞങ്ങളെ കുറിച്ചുള്ള ധാരണ ശരിയല്ല അല്ലേ? എന്തുകൊണ്ടല്ല? മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട്. പഴയ തിരണ്ടിവാൽ കഥകൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ അപമാനിക്കരുത് പ്ലീസ്. നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ്, നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുമോ? വാസ്തവം എന്നെ കണ്ടോ? ന്യായം പറയുന്നത് കുറവനായാലും കുറത്തിയായാലും അംഗീകരിച്ചു കൊടുക്കണ്ടേ മുതലാളി? മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട്. നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥയുണ്ട്, അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും. അത് ശരി. ഇപ്പൊ വാദി പ്രതിയായോ? വാദിയാണെന്നും പ്രതിയാണെന്നും ജഡ്ജിയാണ് തീരുമാനിക്കുന്നത്. ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം. അതല്ലേ അതിന്റെ ശരി. അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യരോ ആണ്, രഞ്ജി പണിക്കരല്ല. എന്താ ആ പ്രതീക്ഷയും തകർന്നു. അല്ല, അയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അയാൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ കോൺസ്പിറസി നടത്തിയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പ്രതിയുടെ കാര്യം ഇവിടെ ആർക്ക് വേണം? ഉണ്ടായിട്ടില്ലേ? അല്ല, ഞാൻ വിശ്വസിക്കുന്നതല്ല, ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുക. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ പോലീസ് സംവിധാനത്തിൻ്റെ വ്യവസ്ഥയിൽ ആളുകൾക്കെതിരെ കള്ളത്തെളിവ് പോലീസ് ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ? അല്ല, ഈ ദിലീപിനെതിരായ ഗൂഢാലോചനയിൽ നടിയും പങ്കെടുത്തു, അതിൽ പങ്കാളിയായി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞോ? അങ്ങനെയാണോ മനസ്സിലായി? അല്ല, അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നടി ഇതിന്റെ അകത്തൊരു ഗൂഢാലോചന നടത്തിയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാൻ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? നടി ഗൂഢാലോചന നടത്തിയോന്ന്? മാന്യന്മാര് സംസാരിക്കുന്നതിൽ കയറി ഒരു തരം ചീപ്പ് വർത്താനം പറയരുത്. ഇതൊരു സീരിയസ് ആയ മീറ്റിംഗാ. കാര്യം പറ. തിരിച്ചെടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇതിലൊരു വലിയ നിരാശയുണ്ടല്ലേ? ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അല്ല, നിങ്ങൾ ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വലിയ നിരാശയുണ്ടാവും. ഇന്നത്തെ അന്യായം നാളത്തെ ന്യായമായും വരാം. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം. ആദ്യം